കോട്ടൂരിൽ ബോട്ട് പറ്റിയിട്ടല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഇവിടെ ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു ഈ ഒരു ആക്ടിവിറ്റി. ആ ബോട്ട് ചേട്ടനും ബാക്കിലത്തെ വ്യൂ ഒക്കെ കൂടി നല്ല ഭംഗിയുണ്ടല്ലേ. സോ പുള്ളി ഞങ്ങൾ ആദ്യം കൊണ്ടുപോയത് പെറാസ് എന്ന് പറയുന്നൊരു ടൗണിലേക്കാണ്. ഇവിടെ നമുക്ക് 25 മിനിറ്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ ചെന്ന് ജസ്റ്റ് ആ ടൗണൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതും കണ്ടു. അതിനുശേഷം പോകുന്ന വഴിക്ക് ലേഡി ഓഫ് ദ റോക്സ് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പില്ലായിരുന്നു. നമുക്ക് ഈ ടൂർ 3 ഹവേഴ്സാണ് ടോട്ടൽ വരുന്നത്. ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് പോയത്. ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമായിട്ട് പ്രൈവറ്റായിട്ട് ചെയ്യണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഈ കാണുന്നതിൻ്റെ പേര് എനിക്ക് കൃത്യം ഓർമ്മയില്ല, പക്ഷേ പണ്ട് ഇത് ജയിലായിരുന്നു. ഇപ്പോൾ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. സോ അതിനുശേഷം ഞങ്ങളെ നേരെ കൊണ്ടുപോയത് സബ്മറൈൻ ടണലിലേക്കാണ്. കോൾഡ് വാർ സമയത്ത് യുഗോസ്ലോവിയൻ ആർമി ഇവിടെയായിരുന്നു ഇവരുടെ സബ്മറൈൻസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷിപ്സൊക്കെ സൂക്ഷിച്ചിരുന്നത്. സബ്മറൈൻ ടണലൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ കൊണ്ടുപോയത് ബ്ലൂ കേവിലേക്ക്. ഈ ബ്ലൂ കേവ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. സോ കുറച്ച് നേരം ഞങ്ങൾ ബ്ലൂ കേവിലൊക്കെ നിർത്തി. ബ്ലൂ കേവ് ഒക്കെ കണ്ടതിന് ശേഷം പുള്ളി ഞങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റോപ്പിൽ നിർത്തി തന്നു. അപ്പോൾ നീന്താൻ അറിയാവുന്നവർക്ക് ചാടാമെന്ന് പറഞ്ഞു. അങ്ങനെ നീന്താൻ അറിയാവുന്നവരുടെ 2 പേര് ചാടിയിട്ടുണ്ട്. കുറച്ച് നേരം അതിൽ നീന്തി തുടിച്ചിട്ട് അവർ തിരിച്ച് കയറി പോന്നു. സോ ഒരു സൺസെറ്റ് ആവുന്ന സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു.